അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ഞാൻ 5:45 എണീറ്റു. രാവിലത്തെ വീഡിയോ ഞാൻ ഉണർന്നതും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതും ഒന്നും ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടില്ല. ചപ്പാത്തിയും കടലക്കറി ഉണ്ടാക്കി. പിന്നെന്താ, ഇനിയിപ്പോൾ എനിക്ക് കഴിക്കണം. ഞാൻ രാവിലെ കഴിച്ചിട്ടില്ല. ഇപ്പം സമയം 9:15 കേട്ടോ. അപ്പം ഫുഡ് കഴിക്കണം. ഇനിയിപ്പം വേസ്റ്റ് കൊണ്ടുവരുന്ന ആൾ വിളിച്ചിട്ടുണ്ട്. വിസിലടിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, പുള്ളി അവിടെ എത്തി കാണുമായിരിക്കും. അപ്പോൾ വേസ്റ്റ് കൊണ്ട് കളഞ്ഞിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാതിരിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, എന്താ ഹിന്ദി പഠിക്കണമെങ്കിൽ കിലുക്ക സിനിമ ഉണ്ടാൽ മതി എന്ന്. ശരിയാ, എനിക്കത് ഓർമ്മ വന്നു. ജഗതി ചേട്ടൻ ആ ഒരു എന്താ പറയുക, മുച്ചേ ഹിന്ദി നഹി മാലു ആ ഒരു ഡയലോഗല്ലേ, എനിക്ക് പിന്നെ അത് മനസ്സിലായത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന്. രണ്ടേ ചപ്പാത്തിയും കടലക്കറിയാണ് ഉണ്ടാക്കിയത്. അപ്പം കഴിക്കട്ടെ. പിന്നെ എന്താ പറയുക, ചപ്പാത്തിയും കടലക്കറിയും കാപ്പിയുണ്ട് രാവിലെ ഉണ്ടാക്കിയ. പക്ഷെ രാവിലെ എനിക്ക് എന്താ പറയുക, ഞാൻ കഴിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എനിക്കങ്ങനെ വെളുപ്പിന് ഒരു 6 മണി അല്ലെങ്കിൽ 7 മണിയൊന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. രാവിലെ ഞാനൊരു മുട്ട പുഴുങ്ങിയത് കഴിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് വന്നിട്ട് ഏട്ടൻ പോയപ്പോൾ ഞാൻ വന്ന് കിടന്നു. പാത്രമൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ, അതെല്ലാം കഴുകിയിട്ട് വന്ന് ഞാൻ കിടന്നു. കുറച്ചു നേരം ഉറങ്ങി എണീച്ചപ്പം ചപ്പാത്തിയും കടലക്കറിയും കഴിക്കാന്ന് വെച്ചു. പിന്നില്ലേ എന്താ ഏട്ടൻ പറഞ്ഞു കടലക്കറി അടിപൊളിയാന്ന്. നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എന്ത് വെച്ച് കൊടുത്താലും അതിൽ കൊള്ളാം അടിപൊളിയാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്ക് സ്വയമേ തന്നെ എന്താ പറയുക ഒരു ഇത് തോന്നും. നമ്മുടെ കുക്കിംഗ് ഒക്കെ അടിപൊളി, അവര് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അവള് നന്നായിട്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നത് ഞാൻ കണ്ടു. ഞാനിങ്ങനെ നോക്കിയിട്ടാണ് അവൾ കിച്ചണിലേക്ക് പോയത്. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ കിച്ചണിൽ നിന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു കടലക്കറി അടിപൊളിയാണ്, ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ കൂടെ കടലക്കറി വേണമെന്ന് പറഞ്ഞിട്ടോ. അപ്പം ഞാനൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. അവർ കുട്ടിയുണ്ട്, അതായത് ഒരു മോനുണ്ട്, 2 മോനുണ്ട്. അതിൽ രണ്ടാമത്തെ കുട്ടി കുഞ്ഞു കുട്ടിയാ, ഏതാണ്ട് 3 വയസ്സാകാൻ പോകുന്നേ ഉള്ളായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു, ദീദി ബേട്ടാക്ക നാം ക്യാ ഹേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം ആദിഷ് എന്ന് പറഞ്ഞു. അപ്പം എന്താ പറയാ, അപ്പം പിന്നെ ഞാൻ ഇംഗ്ലീഷും ചേർത്തിട്ട് പറഞ്ഞു. അപ്പൊ ഇനിയിപ്പൊ എനിക്ക് ഉച്ചക്കത്തേനുള്ള ഫുഡും ഇതൊക്കെ ഉണ്ടാക്കിയാൽ മതി, നൈറ്റത്തേനും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുന്നേ. അപ്പം രാത്രി എണ്ണി ഉണ്ടാക്കണ്ടല്ലോ. അപ്പൊ എന്താ, ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. എന്ന് വെച്ചാ ഒന്നും നമ്മള് ഒരു കാലെടുത്ത് മുമ്പോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് മുമ്പോട്ട് പോകാനുള്ളതാ, വീണ്ടും എടുത്ത് പുറകോട്ട് വെക്കരുതല്ലോ. അപ്പം തീരുമാനിച്ചുറപ്പിച്ച കാര്യം ഹിന്ദി സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാന്ന് ചെയ്യും. അപ്പൊ പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. കുക്കിംഗ് ആണ്. ചടപടയെന്ന് എല്ലാം തീർക്കണം. തീർത്തിട്ട് എനിക്ക് തുണിയാലൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ ലഞ്ചിന് കോളിഫ്ലവറും പൊട്ടറ്റോയും കൂടി ഇട്ടിട്ട് നമുക്കൊരു റോസ്റ്റ് പോലെ ആക്കാം. അപ്പം എന്റെ ചേച്ചി ഇത് കറി ഉണ്ടാക്കും റോസ്റ്റ് പോലെ, അടിപൊളി കേട്ടോ. കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന, ചേച്ചിക്ക് ഒരു കുട്ടിയുണ്ട്, അപ്പൊ അവന് ഉണ്ടാക്കി കൊടുക്കുന്ന ഇത് ക്യാപ്സിക്കവും പൊട്ടറ്റോയും ഒനിയനും കോളിഫ്ലവറും ഇട്ടിട്ട് റോസ്റ്റ് ആക്കി എടുക്കും. അപ്പം ഇതൊന്ന് കട്ട് ചെയ്ത് ബോയിൽ ചെയ്തെടുക്കണം. പിന്നെ ഇതിന്റെ കഥ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇന്നലെ എന്റെ ഫ്രണ്ട് വന്നപ്പം 15 മുട്ട, കോളിഫ്ലവർ, 4 പൊട്ടറ്റോ, അപ്പം ഇത്രയും നമുക്ക് ഫ്രീ ആയിട്ട് ഇഷ്യൂ ചെയ്ത് തന്നതാണ്. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ആർമിന്ന് ഇഷ്യൂ ചെയ്യും. ഇതിന്റെ കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഭയങ്കര മടിയാട്ടോ. ഇതിന്റെ കട്ടിങ്ങും കാര്യങ്ങളും, കട്ട് ചെയ്ത് വെക്കുക, അരിയുക, പറക്കുക, ഇങ്ങനത്തെ സാധനം എനിക്ക് ഭയങ്കര മടിയുള്ള കൂട്ടത്തില. അപ്പോ ഇതൊന്ന് ബോയിൽ ചെയ്തെടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് ഉണ്ടാക്കുന്ന ഒന്നുകൂടെ നല്ലത്. എന്നാലും ഞാൻ കുറച്ച് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്, മസാലയൊക്കെ തേച്ചിട്ട്. എന്നിട്ട് പിന്നെ ഉരുളക്കിഴങ്ങും ക്യാപ്സിക്കും ഒക്കെ ഇട്ടിട്ട്, ക്യാപ്സിക്കം ഇരിപ്പുണ്ട്, ഏട്ടാ വാങ്ങിട്ട് വന്നേ, ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ അങ്ങോട്ട് തൊണ്ട ശരിയാവുന്നില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതിലൊക്കെ ചിലതിൽ പുഴു കാണും കേട്ടോ. ഇതിൽ പക്ഷെ പുഴു ഇല്ല കേട്ടോ. അങ്ങനെ കേട്ടോ, ഇതിലും ഇങ്ങനെ പുഴുവില്ല. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. 2 പേരല്ലേ ഉള്ളൂ. അപ്പം കുറച്ച് ഇതിന്റെ പകുതി ഞാൻ ചിലപ്പം എന്താ പറയുക മാറ്റി വെക്കും.
എല്ലാം കൂടെ നമ്മൾ എടുത്തിട്ട് എന്താ പറയാ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ. എനിക്കത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. എല്ലാം കൂടി എടുത്തിട്ട് വേസ്റ്റ് ആക്കി കളയുക. പിന്നെ എന്തിനാ, നമ്മൾ എത്ര ക്വാണ്ടിറ്റി കഴിക്കുന്നുണ്ടോ നമുക്കറിയാലോ. അപ്പൊ അതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പം ഞാൻ അങ്ങനെയാണ്, നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് ഉണ്ടാക്കാറുള്ളൂ. ചിലപ്പോൾ തികഞ്ഞില്ലെങ്കിൽ നൈറ്റ് ഉണ്ടാക്കും, അങ്ങനെ കേട്ടോ. പിന്നെ ഇവിടെ ഫ്രിഡ്ജോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പം അതുകൊണ്ട് ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമില്ല, തണുപ്പായതുകൊണ്ട്. ചൂടുകാലം വരുമ്പോഴാണ് അതിന് പ്രശ്നം വരുന്നത്. പിന്നെന്താ, നൈറ്റ് ആയപ്പം ഭയങ്കരമായിട്ട് എനിക്ക് എന്താ പറയാ ഭയങ്കര തണുപ്പ് കൂടി. ഏട്ടൻ ഇങ്ങ് ഡ്യൂട്ടിക്ക് പോയി, അതുകൊണ്ട് ഞാൻ ഹീറ്റർ ഇട്ടിട്ട് കുറെ നേരം റൂം ചൂടാക്കി എന്നിട്ടാ കിടന്ന് ഉറങ്ങിയേ. പിന്നെ ഞാൻ സവാള കട്ട് ചെയ്തു, പൊട്ടറ്റോയും കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ഇതിലൂടെ ക്യാപ്സിക്കവും കൂടെ അരിഞ്ഞിട്ട് വെക്കണം. അപ്പം എൻ്റെ ഏകദേശം കട്ടിങ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. കോളിഫ്ലവർ ബോയിൽ ആയിട്ടുണ്ട്. അതിൻ്റെ വെള്ളമായിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യേണ്ട, ഒരു ഇടത്തരം പരുവത്തിൽ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് വയറ്റി കിഴങ്ങൊക്കെ വേവിക്കണം കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വേവിച്ച് പിന്നെ കോളിഫ്ലവറും ചേർത്തിട്ട് അങ്ങ് ആക്കിയാൽ മതി. അപ്പം എന്താ പറയുക, അപ്പം കുക്ക് ചെയ്യാം നമുക്ക്. പിന്നെ ഉണ്ടല്ലോ, എനിക്കൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ രാത്രി ഞാൻ ലേറ്റായിട്ട് ഉറങ്ങുന്നതെന്ന്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇവിടെ രാത്രിയിലാണ്, സോറി സൗണ്ടൊക്കെ വരും കേട്ടോ, രാത്രിയിലാണ് ഇവിടുത്തെ കാശ്മീരികളുടെ കല്യാണം. അപ്പം എന്താ പറയുക, രാത്രി 12 മണിയാകുമ്പം ഒരു സംഭവം ഉണ്ടായത് ഞാൻ പറയാം. രാത്രി ഒരു ഏട്ടന് ഡ്യൂട്ടി ഇല്ല, അന്ന് ഏട്ടൻ ലീവായിരുന്നു കേട്ടോ. രാത്രി ആയപ്പം ബോംബ് ഇടുന്നേയും വെടി പൊട്ടിക്കുന്നേയും അതായത് വെടി വെക്കുന്നേയും പോലെ സൗണ്ട് കേട്ട് ഞാൻ പേടിച്ചു ഒരു 12 മണിയൊക്കെ ആയപ്പോ കേട്ടോ. അപ്പൊ ഞാൻ ഏട്ടനെ വിളിച്ചു, പെട്ടെന്ന് ഉണർത്തിയിട്ട് പറഞ്ഞു, ഏട്ടാ ബോംബ് ഇടുന്ന് വെടിയും പൊട്ടിക്കുന്ന എന്തോ ഉണ്ട്, എണ്ണിക്കാൻ പറഞ്ഞ് വിളിച്ച് എണ്ണിപ്പിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു, ഏട്ടാ എണ്ണിക്ക്, പെട്ടെന്ന് എണ്ണിക്ക്, ബോംബോ എന്തോ വെടി വെക്കുന്നോ എന്തൊക്കെയോ സൗണ്ട് കേട്ടു. അപ്പൊ ഏട്ടൻ പറഞ്ഞു, അത് ഇവിടുത്തെ കാശ്മീരികളുടെ കല്യാണം 12 മണിക്കും 12:30ക്കും 1 മണിക്കും ഒക്കെ അവർ നടത്തുന്നേ. അതിനവർ പടക്കം പൊട്ടിച്ചതാ. നീ ഒന്ന് കിടന്നുറങ്ങി, ഇങ്ങനെ വെപ്രാളം പിടിച്ച് നീ എന്നെയും കൂടെ പേടിപ്പിക്കുമല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് കാശ്മീരികളുടെ കല്യാണമാണ് രാത്രി 12 മണിക്കൊക്കെ. ഇന്നലെ ഈ ഒരു 3 ഡേയ്സ് കൊണ്ട് അടുപ്പിച്ചങ്ങ് പടക്കം പൊട്ടുക. അവര് കല്യാണം എന്ന് തോന്നുന്നു കേട്ടോ. എവിടെയെങ്കിലും ഇനി ഒരു കല്യാണം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാമായിരുന്നു. ഞാൻ ഇതുവരെയായിട്ടും അങ്ങനെ കാശ്മീരികളുടെ കല്യാണമൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പം എൻ്റെ പണി ഏകദേശമൊക്കെ കഴിയാറായിട്ടുണ്ട്. രസമാക്കി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു റോസ്റ്റ് പോലെ, റോസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്തായാലും കോളിഫ്ലവറും അതൊക്കെ കോളിഫ്ലവറും പൊട്ടറ്റോയും ഒക്കെ ഇട്ടിട്ട് എന്തോ ഒരു തട്ടിക്കൂട്ടൊരു ഇതുപോലെ ആക്കിയിട്ടുണ്ട്. അപ്പം ഇനിയൊരു മെഴുക്കോറ്റയും കൂടെ വെച്ചാൽ മതി. ചോറ് ഞാൻ ആക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി എനിക്ക് തുണി ഒന്ന് നനച്ചതേ ഇവിടെ ഇടണം. നിങ്ങൾക്ക് കാണാമോ, ഇപ്പം വെയിൽ ഏകദേശം ഉണ്ട്. രാവിലെ ഒരു 7 മണിയായപ്പം ഞാൻ തുണി ഉണ്ടല്ലോ അത് സോപ്പ് പൊടിക്കകത്തിട്ട് മുക്കിയാണ് വെച്ചിരുന്നത്. അപ്പം അതൊന്ന് പിഴിഞ്ഞ് ഇവിടെ കൊണ്ടിടണം. വലിയ അഴുക്കൊന്നും കാണത്തില്ല. പിന്നെ വേറെന്താ, അപ്പം എൻ്റെ ആ പണിയും കൂടെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ ഇവിടെ വെയിൽ കൊള്ളാൻ വന്ന് നിൽക്കും. അപ്പം വെയിൽ കൊള്ളുന്നത് നല്ലതാ, അപ്പം നമ്മുടെ ബോഡിക്ക് നല്ലതാ. അപ്പം അതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ നിൽക്കണം. ഓയ്, ലഞ്ച് പ്രിപ്പറേഷൻസ് ഓവർ. Days back when I put my water can there and I put 10 rupees on the top of the water can. Okay, I think somebody has to be taken and gone, stolen and gone, taken. Okay, then 4 days back also this will happen repeatedly. Oh, dog. Which quarter? There. Okay, okay. Her baby. नाम क्या है? नेम. हाँ? ദേവാൻഷ്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലായിരുന്നു, അതായത് ഞാൻ വെള്ളം നമ്മൾ പിടിക്കാനായിട്ടൊരു സാധനം കൊണ്ട് താഴെ വെക്കും കേട്ടോ. അപ്പം അത് എന്താ പറയാ, അതിന്റെ മുകളിൽ ഞാൻ പൈസ വെക്കും. അതായത് വെള്ളം കൊണ്ടുവന്നിട്ട് അത് ഒഴിക്കാനായിട്ട് അതിന്റെ മുകളിൽ ഞാൻ പൈസ വെക്കും. അവർക്ക്
ശരിക്കും നമുക്ക് വെള്ളം കൊണ്ട് തരുന്നതിന് 10 രൂപ കൊടുക്കണം. അപ്പം എന്താ പറയുക, എനിക്ക് ചിലപ്പം വെള്ളം വരുന്ന വണ്ടി നോക്കി നിൽക്കാനും സമയം കാണിച്ചില്ല. അപ്പം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും അരിഞ്ഞോണ്ടെങ്കിലും എടുക്കുമായിരിക്കും. ഇവർ ഓണൊന്നും അടിക്കത്തില്ല, നമ്മൾ കൊണ്ടുവന്ന് വെച്ചാൽ മതി ആ ഒരു സാധനം കേട്ടോ. സാധനം കേട്ടോ. അപ്പം എന്താ പറയുക, ഞാൻ ഇവിടെ വന്ന് ഫസ്റ്റ് ഡേയിൽ എന്താ പറയുക, ഇത് എന്താ പറയുക ഞാൻ കൊണ്ടുവന്ന് വെച്ചു. അത് കഴിഞ്ഞപ്പം അതിൻ്റെ മുകളിൽ പൈസ വെച്ചപ്പം ആരും അത് എടുത്തിട്ട് പോയി. അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ആ തെലുങ്ക് പെൺകുട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ പട്ടിയാണ് എടുത്തിട്ട് പോയെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ അപ്പത്തിൻ്റെ നാണയോ കൊണ്ടുവന്ന് വെച്ചേ. അത് ആരും എടുക്കാതെ അങ്ങനെ പോകത്തില്ല. 10 രൂപയല്ലേ, 10 രൂപയ്ക്ക് എന്നാലും എനിക്കൊരു വിഷമം. കാരണം എൻ്റെ അശ്രദ്ധ മൂലമാണല്ലോ. കാരണം ഞാനിത് ഒരു വട്ടം അങ്ങനെ സംഭവിച്ചു. വീണ്ടും തുണി വിരിക്കാൻ പോയപ്പോഴത് അവിടെ ഉണ്ട്. ഏതാണ്ട് വൈകുന്നേരം സമയമായപ്പോഴാട്ടോ മിസ്സായത്. അതുവരെ ഞാൻ നോക്കിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും എന്താ പറയുക, സാരമില്ല, നമുക്കൊരു ജീവിതത്തിൽ എന്താ പറയുക, ഒരു അനുഭവം, ഇങ്ങനത്തുള്ള ഓരോരോ അനുഭവം കിട്ടുമ്പോഴാണല്ലോ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. അപ്പം അതൊരു അനുഭവം ആക്കിയിട്ട് എടുത്ത്. അപ്പം നമ്മുടെ കറികളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. പയറുതോരനായിട്ടുണ്ട്, പിന്നെ രസം ആക്കിയിട്ടുണ്ട്. അപ്പം ഇത് കണ്ടില്ലേ, ഉള്ളിയും എന്താ പറയുക ക്യാപ്സിക്കവും പിന്നെ പച്ചമുളകും കോളിഫ്ലവറും പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ട് ഞാനിതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഏട്ട വരുമ്പോഴത്തേനും ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് എന്താ കഴിക്കും, നല്ലതാണ്. കുരുമുളക് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇട്ടിട്ടുള്ളത്, നല്ല ടേസ്റ്റാണ്. ചോറ് ഞാൻ അടച്ചിട്ടു കേട്ടോ. അപ്പം ചോറായി. അപ്പം പിന്നെ ഇന്നത്തെ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞു. ഞാൻ കുക്ക് ചെയ്യുന്ന വീഡിയോ എന്താ എടുക്കാത്തതെന്ന് വെച്ചാൽ, എല്ലാവർക്കും അറിയാം പയറുതോരൻ വെക്കുന്നത് എങ്ങനെയാണെന്നും പിന്നെ എന്താ രസം വെക്കുന്നത് എങ്ങനെയാണെന്നും എല്ലാവർക്കും അറിയാം. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത്. ഇനിയിപ്പോൾ തൂക്കുന്ന പരിപാടിയിലേക്ക് പോകണം. ചൂലും കോരി എടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇവിടെ ഒന്നും അധികം പൊടിയൊന്നും ഇല്ല കേട്ടോ. ഞാൻ എന്നും അടിച്ചു വാരിയിടുന്നതുകൊണ്ട് അധികം പൊടിയൊന്നുമില്ല. അപ്പം ഞാനൊന്ന് തൂത്തിട്ട് വരട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.